Hi students, in the last class we have discussed about what is relational DBMS and the basic concepts. Now we are going to take a new topic, relational integrity constraints. So let's take relational integrity constraints. എന്താണ് റിലേഷണൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്നാണ് നോക്കുന്നത്. അതായത് കൺസ്ട്രെയിൻസ് മീൻസ് ഒരു സം കൈൻഡ് ഓഫ് റൂൾസ്, അല്ലെങ്കിൽ നമ്മൾ റിലേഷൻ ഒരു ടേബിളിലേക്ക് ഡാറ്റ എങ്ങനെയൊക്കെ കൊടുക്കണം എന്ന് കുറച്ച് റൂൾസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു വാലിഡ് റിലേഷൻ, വാലിഡ് ടേബിൾ ആവണമെന്നുണ്ടെങ്കിൽ സം കൈൻഡ് ഓഫ് റൂൾസ് എന്ത് ഫോളോ ചെയ്യണം, നമ്മുടെ റിലേഷണൽ ഡാറ്റാബേസ് മോഡൽ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. സച്ച് ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസിനെയാണ് എന്ത് പറയുന്നത്, റിലേഷണൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. So they are classified into three. First one key constraints, second one domain constraints, and third one is referential integrity constraints. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് റൂൾസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ key constraints. This specifies that there should be such an attribute in a relation which can be used to fetch data for any tuple. അതായത് കീ കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആട്രിബ്യൂട്ട്, ഓക്കെ, എന്തെങ്കിലും ഒരു ആട്രിബ്യൂട്ട് മീൻസ് കോളത്തിലുള്ള വാല്യൂസ് ആണ് എന്ത് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആട്രിബ്യൂട്ട് നിങ്ങൾ ഈ ടേംസൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനിയുള്ള അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ഈ ഓരോ ടേംസ് ആയിരിക്കും പറയാം. ഓരോ പ്രാവശ്യം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ആട്രിബ്യൂട്ട് എന്താ, ടപ്പിൾ എന്താ, അങ്ങനത്തെ കുറച്ച് ബേസിക് കൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് തറാക്കി വയ്ക്കാം. ഓക്കെ, സോ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്താ, കോളത്തിൽ കൊടുക്കുന്ന വാല്യൂസാണ്. നെയിം, അവരുടെ അഡ്രസ്സ്, അതുപോലെ തന്നെ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡാറ്റ. അപ്പോൾ ഈ ആട്രിബ്യൂട്ട്സ് ഒക്കെ എന്താണ്, സം കൈൻഡ് ഓഫ് കീ ആണ് അല്ലേ. അപ്പോൾ കീ കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കീ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഇതിൽ ഈ ആട്രിബ്യൂട്ട്സിൽ ഏതെങ്കിലും ഒരു വാല്യൂ അതെപ്പോഴും അത് ഒരിക്കലും നൾ വാല്യൂ ആവാൻ പാടില്ല. നൾ മീൻസ് എന്താ, സീറോ വാല്യൂ ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആട്രിബ്യൂട്ടിന് എന്തെങ്കിലും ഒരു വാല്യൂ എന്തായാലും അവിടെ കൊടുക്കണം എന്നാണ് പറയുന്നത്. നെയിം എന്ന് പറഞ്ഞിട്ടൊരു കോളം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഷുഡ് ബി നമ്മൾ എന്ത് കൊടുക്കണം, ആരുടെയെങ്കിലും ഒരു നെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം എന്നാണ് പറയുന്നത്. Okay, for example, in the employee table we can use the attribute ID to fetch data for each of the employee. അതായത് നമുക്ക് കീ കൺസ്ട്രെയിൻറ്റ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് അതിലേതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് നമുക്കൊരു കീ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു എംപ്ലോയീൻ്റെ ടേബിൾ എടുക്കുക. ആ എംപ്ലോയീൻ്റെ ടേബിളിൽ അവരുടെ എംപ്ലോയി ID ഉണ്ട്, അവരുടെ നെയിം ഉണ്ട്, അവരുടെ അഡ്രസ്സ് ഉണ്ട്. ഒരു 3 ആട്രിബ്യൂട്ട്സ് ആണ് വിചാരിച്ചോളൂ. അപ്പോൾ ഈ ആട്രിബ്യൂട്ട് അവരുടെ ID, എംപ്ലോയീൻ്റെ ID യൂസ് ചെയ്തിട്ട് എന്താ, നമുക്ക് ഏതെങ്കിലും ഒരു എംപ്ലോയീനെ ഫുൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒരു യുണീക്കായിട്ട് അങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ റോൾ നമ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റോൾ നമ്പർ 1 ആണെന്നുണ്ടെങ്കിൽ ആ 1ൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. ആ 1ൽ ആ ഒരു കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ അവിടെ വരുന്നില്ല. സോ കീ കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആട്രിബ്യൂട്ടായിരിക്കണം. അത് നൾ വാല്യൂ വരാൻ പാടില്ല. അതായത് ഇപ്പോൾ ആ 1 എന്നുള്ള വാല്യൂ അവിടെ ഇല്ല, നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം ആ ഒരു സ്റ്റുഡൻറ്റിനെ. സോ നമുക്ക് അതിൽ എന്തായാലും നിർബന്ധമായിട്ടൊരു വാല്യൂ കൊടുത്തിരിക്കണം, സീറോ വാല്യൂ ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഡൊമൈൻ കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈൻ കൺസ്ട്രെയിൻറ്റ്സ് റെഫേഴ്സ് ടു ദ റൂൾസ് ഡിഫൈൻഡ് ഫോർ ദ വാല്യൂസ് ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഫോർ എ സെർട്ടൈൻ ആട്രിബ്യൂട്ട്. അതായത് നമുക്ക് ഓരോ ടേബിളിൽ അല്ലെങ്കിൽ ഓരോ കോളത്തിലും നമ്മളെന്താ ഒരുപാട് വാല്യൂ അല്ലെങ്കിൽ ഡാറ്റ കൊടുക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നെയിം എന്നുള്ള കോളത്തിലാണെങ്കിൽ കുറേ നെയിംസ്, അഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ അഡ്രസ്സ്, അവരുടെ ഫോൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ, ID ആണെങ്കിൽ അങ്ങനെ ഒരുപാട് ഡാറ്റ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ആ ഡാറ്റ ഉള്ളിൽ കൊടുക്കുന്നതിനും എന്താണ്, സം കൈൻഡ് ഓഫ് റൂൾസ് ഉണ്ട്. അതാണ് ഡൊമൈൻ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ആ റൂൾസ് വരുന്നത്, ഇപ്പോൾ നമ്മളൊരു അഡ്രസ്സിൻ്റെ ഒരു എംപ്ലോയീൻ്റെ ഇവിടെ സെക്കൻഡ് പോയിൻ്റ് അതാ പറയുന്നത്,
വി കനോട്ട് സ്റ്റോർ അഡ്രസ് ഓഫ് എംപ്ലോയി ഇൻ ദ കോളം ഓർ ഫോർ നെയിം. അതായത് നമുക്ക് നെയിമിൻ്റെ കോളത്തിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അഡ്രസ്സ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഫോൺ നമ്പറിൽ കൊണ്ടുപോയിട്ട് അവരുടെ നെയിം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഓരോന്നിനും പെർട്ടിക്കുലർ ഇന്ന സ്ഥലത്ത് ഇന്നത് വേണം എന്നുള്ള ഒരു റൂളുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ സിമിലർലി എ മൊബൈൽ നമ്പർ കനോട്ട് എക്സീഡ് 10 ഡിജിറ്റ്സ്. അതായത് നമുക്കറിയാം ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ 10 ഡിജിറ്റ്സ് കോഡാണ് അല്ലേ. സോ അത് 10ൽ കൂടാൻ പാടില്ല എന്നുള്ളത് ഒരു സം കൈൻഡ് ഓഫ് റൂളാണ്. അതായത് ഫോൺ നമ്പർ എന്നുള്ളൊരു കോളത്തിൽ 10 ഡിജിറ്റ്സ് ഉള്ള ഫോൺ നമ്പർ മാത്രമേ അതിൽ കൊടുക്കാൻ പാടൂ എന്നുള്ളൊരു റൂളുണ്ട്. അതിനെയാണ് അപ്പോൾ ഈ ടോട്ടലായിട്ട് നമുക്കതിനെ ഡൊമൈൻ കൺസ്ട്രെയിൻസ് എന്ന് പറയാം. അതായത് ടേബിളിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന വാല്യൂസിന് സം പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് റൂൾസ് ഉണ്ട്. അതിന് ഡൊമൈൻ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നു. ക്ലിയർ? തേർഡ് വൺ, റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻറ്റ്. What do you mean by that? If a table reference to some data from another table, then that table and that data should be present for referential integrity constraint to hold true. അതായത് ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് വി സേ ആലീസ് ഈസ് മൈ ഫ്രണ്ട്, അതായത് ആലീസ് എൻ്റെ ഫ്രണ്ടാണ്, ദെൻ എ ഗേൾ വിത്ത് ദ നെയിം Alice should also exist for that relationship to be present. അതായത് ഇപ്പോൾ പറഞ്ഞു ആലീസ് എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം പറയുകയാണ്, ഒരു ഗേളിൻ്റെ നെയിം ആലീസ്, ആലീസ് എന്ന് പറഞ്ഞൊരു ഗേള്. ഇത് രണ്ടും പോയിൻ്റ് ചെയ്യുന്നത് സെയിം റിലേഷനിലേക്കാണ് അല്ലേ, അല്ലെങ്കിൽ സെയിം വാല്യൂയിലേക്കാണ്. ആലീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗേൾ ഫ്രണ്ട്, അതുപോലെ തന്നെ ആലീസ് എന്ന് പറഞ്ഞൊരു ഗേള്. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ഡാറ്റയും സെയിം വാല്യൂയിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റെഫർ ചെയ്യുകയാണ്, വേറെ എന്തെങ്കിലും ഒരു ഡാറ്റ വെച്ചിട്ട് നമ്മൾ റെഫർ ചെയ്യുകയാണ്. അതിനാണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത്. അതായത് സം ഡാറ്റ ഫ്രം അനദർ ടേബിൾ, നമ്മൾ മറ്റൊരു ടേബിളിൽ നിന്ന് നമുക്ക് വേണ്ട ഡാറ്റ എന്ത് ചെയ്യാണ്, റെഫർ ചെയ്ത് എടുക്കണം. ആ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കൺസ്ട്രെയിൻസ് ആണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡാറ്റാബേസ് കീസ്. നേരത്തെ പറഞ്ഞു നമ്മൾ കീ എന്താണെന്ന്, കീ കൺസ്ട്രെയിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീ ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ റിലേഷണൽ ഡാറ്റാബേസ് മോഡലിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ് ആണ് കീ എന്ന് പറയുന്നത്. ഓക്കെ. ആ കീ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്കറിയാം ഒരു ഡാറ്റാബേസിൽ അല്ലെങ്കിൽ ഒരു സെർവറിലൊക്കെ ഒരുപാട് ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇത് പല രീതിയിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രീതിയിലാണ് അറേഞ്ച് ചെയ്ത് കിടക്കുന്നത്. സോ അവിടെ നിന്നൊക്കെ നമുക്കൊരു ഡാറ്റ അവിടെ നിന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് ഇപ്പോൾ എൻ്റെ പേരിൽ തന്നെ ഒരുപാട്, ഇപ്പോൾ വർഷ എന്ന് പറഞ്ഞ പേര് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നെയിംസ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്നൊരാളെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് കുറച്ച് കീ അല്ലെങ്കിൽ നമുക്ക് അത് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു ഹിൻറ്റ് അല്ലെങ്കിൽ ഒരു വാല്യൂ നമ്മൾ റെഫർ ചെയ്യും, അല്ലെങ്കിൽ നമ്മളത് കൊടുക്കും. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കീ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു കീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു ലോക്ക് തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കീ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് കിട്ടേണ്ട ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കീ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സം കൈൻഡ് ഓഫ് വാല്യൂ അല്ലെങ്കിൽ ഒരു ഡാറ്റ യൂസ് ചെയ്യുന്നു. അതാണ് കീ എന്ന് പറയുന്നത്. ഓക്കെ. സോ they are used to establish and identify relationship between tables and also uniquely identify any record or raw data inside a table. അതായത് രണ്ട് റിലേഷൻസ് അല്ലെങ്കിൽ രണ്ട് ടേബിൾസ് തമ്മിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനോ, അതുപോലെ തന്നെ ഒരു ടേബിളിലെ അല്ലെങ്കിൽ ഒരു റിലേഷനിലെ ഒരു സം റോ അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ റോ ഓഫ് ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? കീ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. എ കീ ക്യാൻ ബി സിംഗിൾ ആട്രിബ്യൂട്ട് ഓർ എ ഗ്രൂപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് വേർ ദ കോമ്പിനേഷൻ മേ ആക്ട് ആസ് എ കീ.
നമുക്ക് കീ എന്ന് പറയുന്നത് എന്താ, നമുക്കൊരു സിംഗിൾ ആട്രിബ്യൂട്ട് ആവാം. അതായത് ഇപ്പോൾ എംപ്ലോയി എന്നുള്ള ടേബിൾ ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയിയുടെ ID അതൊരു എന്താ സിംഗിൾ ആട്രിബ്യൂട്ടാണ്. ഓക്കെ, ചിലപ്പോൾ അതെന്താ നമുക്കൊരു കീനെ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സും നമുക്ക് പറയാം. അതായത് ഇപ്പം എന്താ പറയുക, ഈ എംപ്ലോയി ID അതുപോലെ തന്നെ എംപ്ലോയീൻ്റെ നെയിം, ഈ രണ്ട് ഇതെന്താ ഒരു കോമ്പിനേഷൻ, രണ്ടെണ്ണമാണ് ഇതിലുള്ളത് അല്ലേ, എംപ്ലോയീൻ്റെ ID നെയിമും അതൊരു കോമ്പിനേഷനാണ്. അപ്പോൾ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സും നമുക്ക് കീ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു സിംഗിൾ ആട്രിബ്യൂട്ട്, അതായത് ഒരു സിംഗിൾ എംപ്ലോയി ID മാത്രമാണെങ്കിലും നമുക്ക് എന്താ അതൊരു കീ ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് യുണീക്കായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്കെന്താ അതിനെ കീ ആയിട്ട് നമുക്ക് പറയാം. ഓൾ ഓഫ് യു ക്ലിയർ? സോ നമുക്കിനി കീൻ്റെ ആവശ്യകത എന്താണ്? ഓക്കെ, ആവശ്യകത നമുക്കിപ്പോൾ ഇത്രയും പറഞ്ഞതിൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. നമുക്കറിയാം റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിൽ എന്താ നമ്പർ ഓഫ് ടേബിൾസ് റിക്വയർഡ് ഫോർ സ്റ്റോറിങ് ദ ഡാറ്റ ഈസ് ഹ്യൂജ്. അതായത് നമുക്കെന്താ ഒരുപാട് ടേബിൾസ് എന്ത് വേണം, ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ തന്നെ, അല്ലെങ്കിൽ ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടേബിൾസ് നമുക്ക് വേണ്ടി വരും. സോ അതെന്താ ഡിഫറെൻറ്റ് ടേബിൾസ്, ഒരുപാട് ടേബിൾസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവരൊക്കെ തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടേബിൾസും ആയിരിക്കാം. ഓക്കെ, സോ ഓൾസോ ടേബിൾ സ്റ്റോർ എ ലോട്ട് ഓഫ് ഡാറ്റ ഇൻ ദം. നമുക്കറിയാം ആ ടേബിൾസിലൊക്കെ എന്താ ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്കെന്താ അതിൽ നിന്നിട്ടൊരു പെർട്ടിക്കുലർ ഡാറ്റ ആക്സസ് ചെയ്യണം. ഓക്കെ, അതായത് അതൊക്കെ എന്താ അൺസോർട്ടഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ഡാറ്റ ആയിരിക്കും അതിലൊക്കെ ഉണ്ടായിരിക്കുക. സോ അതിനൊരു പെർട്ടിക്കുലർ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ, അല്ലെങ്കിൽ ഫെച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ എന്താ, ഈ ഒരു കീൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് കണ്ടീഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്താ, ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്, ആ കണ്ടീഷൻ കൊടുത്താൽ തന്നെ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ, അല്ലെങ്കിൽ ആ സെയിം ഇതിൽ തന്നെ ഒരുപാട് ഡാറ്റ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ ആ ഒരു സെർച്ചിങ് അല്ലെങ്കിൽ കണ്ടീഷൻ കൊടുക്കുന്നത് എന്താ, ഒരുപാടെണ്ണം നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് നമുക്ക് വരും. ഇത് കൊടുത്തിട്ട് കിട്ടിയില്ല എന്നെങ്കിൽ അടുത്ത കണ്ടീഷൻ കൊടുക്കണം. അങ്ങനെ ഒരുപാട് ടൈംസ് എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടി വരും. സോ അതൊക്കെ എന്താ ഒരു റിസ്കി കാര്യമാണ് അല്ലേ. സോ അതിനൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കീ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കീ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡാറ്റേനെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം ആ ടേബിളിൽ നിന്നിട്ട്. ഓക്കെ, സോ നമ്മൾ ഇത്രയാണ് ഇന്ന് എടുക്കുന്നത്. Okay, all of you clear? Okay, thank you.